ഹായ്, ഞാൻ കഴിഞ്ഞ ദിവസം കൺസൾട്ടൻസിയിൽ വിളിച്ചപ്പോൾ അവിടെ നമ്മൾ മാസ്റ്റേഴ്സിന് ഫ്രാൻസിലേക്ക് 3 മാസത്തെ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് കിട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് മാൻഡറ്ററി ആണെന്നുള്ളത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് ശരി നമ്മൾ തന്നെ കണ്ടുപിടിക്കണോ അതോ ഇപ്പം ഞാൻ അവിടെ ഉള്ളൊരു ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അത് നമ്മൾ സ്റ്റുഡൻറ്റ് തന്നെ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? കുറച്ച് ദിവസം മുൻപ് ഒരു സ്റ്റുഡൻ്റ് അയച്ച ഓഡിയോയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റേൺഷിപ്പിനെ പറ്റിയാണ്. പല സ്റ്റുഡൻസും ഈ ദിവസങ്ങളിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ഇൻറ്റേൺഷിപ്പിനെ പറ്റിയുള്ളത്. പല അഡ്വർടൈസ്മെൻറ്റ്സും നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. 3 മാസം ഇൻറ്റേൺഷിപ്പ് പെയ്ഡ് ആണ്, അതിനുശേഷം ജോലി എന്നുള്ളത് ഒരു കാര്യം. പക്ഷേ ഇതിനകത്ത് വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പല സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന ഇങ്ങനെ ഒരു ആഡ് കൊടുക്കുന്നവരുടെ ഭാഗത്തുനിന്നും ഉണ്ടെന്നുള്ളതാണ് ഞാൻ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യത്തിനകത്ത് പറയാനുള്ളത്. പല സ്റ്റുഡൻസ് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഇൻറ്റേൺഷിപ്പ് ഫ്രീ ആയിട്ട് കിട്ടുമോ, എല്ലാ കോളേജുകളും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ തന്നെയാണ്. പല സ്റ്റുഡൻസിനും ഇൻറ്റേൺഷിപ്പ് കിട്ടുന്നില്ല ഈ ദിവസങ്ങൾ. യൂറോപ്പിൽ നല്ല ലോകത്ത് എല്ലായിടത്തും ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരു യൂണിവേഴ്സിറ്റി പോലും നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇൻറ്റേൺഷിപ്പ് തരില്ല. അതിൻ്റെ കാരണം ഞാൻ ഫ്രാൻസിൽ പഠിക്കുകയും ഫ്രാൻസിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയും ചെയ്ത ഒരാളായതുകൊണ്ടാണ് എൻ്റെ റിയാലിറ്റിയെ പറ്റി പറയുന്നത്. നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള കാര്യമല്ല. 99% യൂണിവേഴ്സിറ്റീസും നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഇങ്ങോട്ട് കൊണ്ട് തരില്ല. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യണം. അല്ല, ഒരു 300-400 CV ഒക്കെ അയച്ചാൽ പലർക്കും ഇൻറ്റേൺഷിപ്സ് പലതും കിട്ടുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഒരു കോളെങ്കിലും വരുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സമയത്താണ്, പ്രത്യേകിച്ച് യൂറോപ്പിലും ലോകത്ത് എല്ലായിടത്തും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഫ്രാൻസിലെ ഇപ്പം ഗ്രാന്തിക്കൽ കോഴ്സൊക്കെ ആണെങ്കിൽ പല കോഴ്സിനും ഇൻറ്റേൺഷിപ്പ് മാൻഡേറ്ററി ആണ്. നിങ്ങളുടെ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ടൈറ്റിൽ CTI അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ ഇൻറ്റേൺഷിപ്പ് മാൻഡേറ്ററി ആണ്. ഇൻറ്റേൺഷിപ്പ് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാജുവേഷൻ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാതെ ഇൻറ്റേൺഷിപ്പ് കോളേജിൽ തരും, അവിടെ ചെന്നാൽ മതി, വെറുതെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പല സ്റ്റുഡൻസ് ഇപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ കിട്ടാതെ പെട്ടിരുന്ന് വളരെ ബുദ്ധിമുട്ടിൽ പോകുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം. ഇൻറ്റേൺഷിപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ കോഴ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് അതിനുള്ള റിസർച്ച് ചെയ്യണം. കോളേജുകൾ എങ്ങനെ ഹെൽപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പല കോളേജുകളും നിങ്ങളുടെ കരിയർ സെൽസ് ഒക്കെ ഉണ്ട്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ CV നന്നാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ കോളേജുകളിൽ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് സെൽസ് ഉണ്ട്, അവിടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിൻ്റെ ഇവൻറ്റ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പല കമ്പനികളെ നിങ്ങൾ അവിടെ മീറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ നൂറുകണക്കിന് കമ്പനീസ് വരുന്നതായിരിക്കും, പക്ഷേ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. പക്ഷേ വരുന്ന കമ്പനി എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കോളേജുകാർ ഒരിക്കലും ഇത് തരുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഇതിൻ്റെ പേര് വലിയൊരു ഫോൾസ് ഇൻഫർമേഷൻ ഒത്തിരി നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്സിൽ കേരളത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഇത് തെറ്റായിട്ടുള്ള വിവരം തന്നെയാണ്. എൻ്റെ ഒരു മെയിൻ ഒരു കാരണം ഞാൻ അത് പറയാമെന്ന് പറഞ്ഞാൽ, മുന്നേ ഇന്ത്യക്ക് പോയൊരു സ്റ്റുഡൻറ്റ് ഇതുപോലെ കോളേജ് ഇൻറ്റേൺഷിപ്പ് തരുമെന്നുള്ള ഒരു കാര്യത്തിൽ പോയിട്ട് അവിടെ ഇൻറ്റേൺഷിപ്പ് കണ്ടുപിടിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. അപ്പോൾ ആ സ്റ്റുഡൻറ്റിനെ പറഞ്ഞു, കോളേജുമായിട്ട് ആ സ്റ്റുഡൻറ്റ് സംസാരിച്ചു, നിങ്ങളുടെ വെബ്സൈറ്റിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇമെയിലും ഒക്കെ ഇൻറ്റേൺഷിപ്പ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര മാസത്തിന് മുന്നേ എല്ലാ സ്റ്റുഡൻസിനും ഇൻറ്റേൺഷിപ്പ് കിട്ടുന്നുണ്ട്, ഇതൊരു സത്യമായിട്ടുള്ള നടപടി അല്ലല്ലോ എന്ന് ആ സ്റ്റുഡൻറ്റ് ആ കോളേജിനെ ചോദ്യം ചെയ്തതിന് ശേഷം അവർ പിന്നീടുള്ളത് അതിനകത്ത് പ്രൊഫഷനകത്തൊക്കെ ചേഞ്ച് വരുത്തുകയും അവരുടെ ഇമെയിലിൽ പോലും ഏറ്റവും അവസാനത്തെ ലൈൻ ഞാൻ വിചാരിക്കുന്നു, കഴിഞ്ഞ മാസങ്ങളിൽ എനിക്ക് ആ ഒരു കോളേജിൻ്റെ ഇമെയിൽ കിട്ടിയിരുന്നു. അപ്പോൾ അവരൊരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇൻറ്റേൺഷിപ്പ് സ്റ്റുഡൻസ് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല യൂണിവേഴ്സിറ്റീസും ഇത് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു കാര്യം പറയുന്നില്ല. അതോടൊപ്പം തന്നെ നാട്ടിലെ ഏജൻസും ഇതിനെപ്പറ്റി കൃത്യമായി പറയുന്നില്ല. എങ്ങനെയെങ്കിലും സ്റ്റുഡൻസിനെ കിട്ടാൻ വേണ്ടി പലരും ഇതിനെ മറ്റു കാര്യങ്ങളിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സ്കൂളുകളിൽ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചില കോളേജുകൾ, ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ടൽസിലും അതോടൊപ്പം തന്നെ ചില സ്ഥാപനങ്ങളിലും ഒക്കെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു 100 കോളേജ് എടുത്തു കഴിഞ്ഞാൽ അതൊരു 10-ൽ താഴെ മാത്രം കോളേജുകൾ മാത്രമായിരിക്കും. ബാക്കി വരുന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസും എഞ്ചിനീയറിംഗ് സ്കൂൾസും മാനേജ്മെൻറ്റ് സ്കൂൾസും MIM-നൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ പരമാവധി സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം എന്നുള്ള മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ പേരിൽ തന്നെ വേറൊരു തെറ്റിദ്ധാരണയുണ്ട്, ഓൾട്ടർനൻസിനെ പറ്റിയും പല ആളുകൾക്കും അറിയില്ല. കേരളത്തിൽ ഇത് പോകുന്ന പല സ്റ്റുഡൻസിനും ഓൾട്ടർനൻസ് പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അതെങ്ങനെയാവുന്നൊന്നും അറിയില്ല. അതിനെപ്പറ്റിയും പലരും ഈ ഒരു കാര്യത്തെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ സ്റ്റുഡൻസിനോട് പറയുന്നുണ്ട് ഓൾട്ടർനൻസ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഓൾട്ടർനൻസ് പല കമ്പനീസും നിങ്ങളോട് ഫ്രഞ്ച് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ വെറുതെ ഓൾട്ടർനൻസും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ച് വേണം നിങ്ങളൊരു അഡ്മിഷൻ എടുക്കാൻ കോളേജിൽ. അത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിക്കുകയെങ്കിൽ അവിടുന്ന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇനിയും വരുന്ന ഇന്ത്യയിൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ടു അസ് ഓൾസോ. വി വിൽ പുട്ട് അവർ കോൺടാക്ട് ഡീറ്റെയിൽസ് ബിലോ.